ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അഭിമന്യ ജേക്കബ് മുങ്ങാടിയത്ത് പിതാവേ, എല്ലാ അച്ഛന്മാരെ, സ്നേഹനിധിയായ വിചാരിച്ച കൊച്ചച്ച, മറ്റു പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് തിരുസഭ മാർ യോസേപ്പിൻ്റെ ഓർമ്മ തിരുനാൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ദിവസമാണ്. ക്രൈസ്തവ ലോകത്ത് മാർച്ച് 19 ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെ ഏറ്റവും സൗമ്യമായിട്ട് ജീവിക്കുന്നതിൻ്റെ എല്ലാം അടയാളമായിട്ട് കാണുന്ന ഒരു ദിവസവും അടയാളപ്പെടുത്തലുമാണ്. യോസേപ്പ് നീതിമാനായിരുന്നു എന്നതാണ് തിരുവചനം ഊന്നിപ്പറയുന്നത്. യോസേപ്പിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്നത് പോലെ നമുക്കറിയാം. യോസേപ്പ് നിദ്ര വിട്ട് ഉണർന്ന് വേണ്ടതെല്ലാം ചെയ്ത ആളാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിദ്ര വിട്ട് ഉണരേണ്ട സമയമായി. പൗലോസ് എഫെസ്യുസുകാർക്ക് എഴുതിയ ലേഖനം 5:14 ഉറങ്ങുന്നവരെ ഉണരുക. ലൂക്കാ 7:15 യുവാവെ ഉണരുക. ലൂക്കാ 8:55 ബാലികെ എഴുന്നേൽക്കുക. മർക്കോസ് 14:42 എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. യോസേപ്പ് നിദ്ര വിട്ട് ഉണർന്നതിനോട് ചേർത്ത് വായിക്കാവുന്ന തിരുവചനങ്ങളാണ് ഈശോയുടെ നാവിൽ നിന്നും ശ്ലീഹായുടെ ഗ്രന്ഥത്തിൽ നിന്നുമെല്ലാം നമ്മളിപ്പോൾ കേട്ടത്. ഉണർവ് ഉത്ഥാനമാണ്, നിത്യാനന്ദമാണ്, ഉന്മേഷമാണ്, പരിശുദ്ധ ത്രിത്വത്തോടുള്ള അടുപ്പമാണ്. അങ്ങനെ നിദ്ര വിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് ഉണർവിനായിട്ട്, ഉത്ഥാനത്തിനായിട്ട് പോകുന്ന ആലപ്പാട്ടുകുന്നേൽ സെബാസ്റ്റ്യനച്ഛനാണ് ഇന്ന് ഈ കുർബാനയുടെയും നമ്മളുടെ തുടർന്നുള്ള ശുശ്രൂഷയുടെയും എല്ലാം കാരണമായിട്ടുള്ളത്. അച്ഛൻ്റെ സ്വന്തം സ്ഥലമാണിത്. ഞാൻ 1982 അരുവിത്തുറ സ്റ്റേൻഡിയായിട്ട്, കാറപ്പുറത്തച്ഛൻ്റെ സ്റ്റേൻഡിയായിട്ട് എത്തുമ്പോൾ എനിക്ക് 2 അടുത്ത സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഇടവകക്കാരായ 2 പേര്, ആലപ്പാട്ടുകുന്നേൽ ദേവസ്യാച്ചനും നമ്മളുടെ തോട്ടപ്പള്ളി മാമച്ചനും. മാമച്ചനെന്ന് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, പള്ളിയുടെ അടുത്തുള്ള കോളേജിൻ്റെ. ദേവസ്യാച്ചനെന്ന് അരുവിത്തുറ കോളേജിൽ പഠിപ്പിക്കുകയുമായിരുന്നു. അങ്ങനെ വലിയ ഒരു മനസ്സുകൊണ്ടുള്ള അടുപ്പം, പ്രത്യേകിച്ച് അയൽവക്ക ഇടവകക്കാരെന്ന നിലയിലുള്ള ഒരു അടുപ്പവുമെല്ലാം എനിക്കുണ്ടായിരുന്നു. ഈ 2 പേരുടെയും മാതാപിതാക്കൾ അരുവിത്തുറ പള്ളിയിൽ വെള്ളിയാഴ്ച കുർബാനയ്ക്കും കുമ്പസാരത്തിനും നൊവേനയ്ക്കുമെല്ലാം ക്രമമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളുകളുമാണ്. ഇന്ന് നമ്മുടെ അച്ഛൻ ആലപ്പാട്ടുകുന്നേലച്ഛൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിതമായിട്ട് വേർപിരിയുമ്പോൾ നമുക്കത് ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്. എങ്കിലും അച്ഛൻ തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്കാണ് പോകുന്നത് എന്നത് നമുക്ക് ആശ്വാസം തരുന്ന കാര്യമാണ്. അച്ഛൻ വടവാതൂർ സെമിനാരിയിൽ പഠിച്ച്
1972 ഭഗിസ്മരണായകനായ വയലിൽ പിതാവിൽ നിന്ന് ലാലം ഓൾഡ് പള്ളിയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ചയാളാണ്. ഉന്നത വിദ്യാഭ്യാസം അദ്ദേഹം നേടി. നമ്മുടെ സെന്റ് തോമസ് കോളേജിൽ MA പൊളിറ്റിക്സ് പഠിച്ചു. പിന്നീട് തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി സെന്ററിൽ അതേ വിഷയത്തിൽ PhD കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളുടെ ആദ്യകാലം അരങ്ങാട്ടുപള്ളി, കുറവലങ്ങാട് എന്നീ പള്ളികളിൽ അസിസ്റ്റന്റിയായിട്ടും പിന്നീട് അല്പനാള് സെന്റ് തോമസ് കോളേജിലും തുടർന്ന് നമ്മളുടെ മൈനർ സെമിനാരിയിൽ അധ്യാപകനായിട്ടും പിന്നീട് 10-20 വർഷങ്ങൾ അരുവിത്ര കോളേജിൽ അധ്യാപകനായിട്ടും പ്രിൻസിപ്പലായിട്ടും ശുശ്രൂഷ ചെയ്ത ആളാണ്. കോളേജിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്വം തീർന്നപ്പോൾ വെഴങ്ങാനം, പെയ്യമ്പാറ, മെലുകാവ് മറ്റും, കുട്ടിക്കൽ, മരങ്ങാട്ടുപള്ളി, ലാലം ഓൾഡ്, എലഞ്ഞി ഹൊറയിൻ, അവസാനം കിഴതടിയൂര് പാസ്റ്ററൽ അസിസ്റ്റന്റായിട്ടും അച്ഛൻ ജോലി ചെയ്തു. അനേകം ഇടവകകളിൽ നിങ്ങൾ കേട്ടതുപോലെ വികാരിക്കടുത്ത ശുശ്രൂഷയും ചെയ്ത വ്യക്തിയാണ് പ്രിയങ്കരനായ ആലപ്പാട്ട് കുന്നേൽ സെബാസ്റ്റ്യൻ. വളരെ സമർത്ഥനായ ഒരു ആളായിരുന്നു. ബൗദ്ധികമായിട്ടും മാനുഷികമായിട്ടുള്ള ഇടപെടലുകളിലും എല്ലാം. അച്ഛൻ്റെ ഏതാണ്ട് ചെറുപ്പകാലം തന്നെയായിരുന്നു അരുവിത്ര കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം. പഠിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ ആഴമായ അറിവ്, ഡെപ്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്രങ്ങളെല്ലാം നല്ലതുപോലെ വായിച്ച് കുട്ടികൾക്ക് പത്രങ്ങൾ വഴിയുള്ള അറിവും കൊടുക്കുമായിരുന്നു. ദേവാലയത്തിൽ അതിമനോഹരമായ രീതിയിൽ പാട്ടുകുർബാനയും തിരുവചന വ്യാഖ്യാനവും അദ്ദേഹം നൽകിയിരുന്നു. പിന്നീട് അദ്ദേഹം വികാരിയായിട്ട് പോയ സ്ഥലങ്ങളിലെല്ലാം വിശ്വാസികൾ ആദ്യമായിട്ട് അച്ഛനെക്കുറിച്ച് പറയുന്ന കാര്യവും അച്ഛൻ്റെ കുർബാനയും അച്ഛൻ്റെ തിരുവചന വ്യാഖ്യാനവും ആണ്. സ്കൂളിൽ എല്ലാ സ്ഥലത്തും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കലാലയം രൂപപ്പെടുത്താൻ അച്ഛൻ അക്ഷീണം പരിശ്രമിച്ചു. അരങ്ങാട്ടുപള്ളിയും എലഞ്ഞിയിലും മെലുകാവും മറ്റത്തുമെല്ലാം ഇംഗ്ലീഷ് മീഡിയവും നമ്മുടെ കോർപ്പറേറ്റിൻ്റെ മലയാളം സ്കൂളുകളും അച്ഛൻ അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു. എലഞ്ഞി കേന്ദ്രമാക്കി ഒരിക്കൽ ഒരു വൈദിക സമ്മേളനം കൂടിയപ്പോൾ അച്ഛനെന്ന പൊതുവേദിയിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ രൂപതയിലെ എല്ലാ പള്ളിക്കൂടങ്ങളും തമ്മിൽ കുറച്ചുകൂടെ ബന്ധത്തിൽ നിൽക്കുന്നതും ബന്ധത്തിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ സംഘടനാപരമായ കാര്യങ്ങൾ കൂടി കണ്ടെത്തുന്നത് നന്നായിരിക്കും എന്ന്. സ്കൂളുകളുടെ ഒരു ബെറ്റർ കോഓർഡിനേഷനാണ് അച്ഛന് ആഗ്രഹിച്ചത്. കുട്ടികളെ അദ്ദേഹം വളരെയേറെ സ്നേഹിച്ചിരുന്നു. പാപികളെ ഉപദേശങ്ങൾ വഴിയും പാപമോചനം നൽകിയും കർത്താവിൻ്റെ പക്കലേക്ക് അടുപ്പിച്ചു. അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷ ഉത്തമനായ ഒരു കുമ്പസാരക്കാരൻ എന്ന നിലയിലാണ്. അച്ഛൻ സ്വർഗകവാടത്തിലെത്തുമ്പോൾ അച്ഛൻ്റെ ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കേൾക്കുകയും കുമ്പസാരിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത ആള് ദേവസ്യാച്ഛൻ തന്നെയായിരിക്കും. കാർക്കശ്യക്കാരനും കണിശക്കാരനുമായിരുന്നു അച്ഛൻ. ലളിത ജീവിതവും നർമ്മബോധവും വിനയവും അദ്ദേഹത്തെ ഏവർക്കും സ്വീകാര്യനാക്കി മാറ്റി. സമർപ്പിതർക്ക് ഉപദേശം കൊടുക്കാനും മന്ത്ലി റിക്കളക്ഷൻസ് പ്രീച്ച് ചെയ്യാനും നിരവധി ഇടങ്ങളിൽ അച്ഛൻ പോയിരുന്നു.
സമുദായ ശാക്തീകരണത്തെക്കുറിച്ച് അച്ഛന് വലിയ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ലിറ്റററി കാര്യങ്ങളിൽ ഏറെ താല്പര്യം അദ്ദേഹം കാണിച്ചു. നല്ല പാസ്റ്ററൽ കൺസേൺസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോഴും വികാരിത്വം കഴിഞ്ഞ് പാസ്റ്ററൽ അസിസ്റ്റൻ്റായിട്ട് വികാരിയുടെ കൂട്ടത്തിൽ താമസിച്ചപ്പോഴുമെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ രൂപതയിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നല്ല സംശുദ്ധമായ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആലപ്പാട്ട് കുന്നേലച്ചന്. പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളുമെല്ലാം അച്ഛൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. എന്നറിയൊന്നും അച്ഛൻ തളരാതെ ഇതെല്ലാം ദൈവത്തെ ഇഷ്ടമാണെന്ന് കരുതി അദ്ദേഹം മുൻപോട്ട് പോവുകയായിരുന്നു. തിരുവനന്തപുരം കോളേജിൽ ആയിരുന്നപ്പോൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട നിരവധി പ്രസ്ഥാനങ്ങൾ, അതുപോലെ ആളുകൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ പൂഞ്ഞാർ ഹൈവേയിലേക്കുള്ള പാലം, അച്ഛൻ്റെ കാലത്താണ് കോളേജിന് UGC അംഗീകാരം കിട്ടുന്നത്. നിരവധി പുതിയ കോഴ്സുകൾ കോളേജിൽ എയ്ഡഡ് മേഖലയിലും സ്വാശ്രയ മേഖലയിലും അച്ഛൻ കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നിറഞ്ഞ് നിന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴെല്ലാം അച്ഛൻ്റെ പ്രത്യാശ സ്വർഗമായിരുന്നു. പണ്ഡിതനായ ഫ്രഞ്ച് ഗ്രന്ഥകാരൻ ചാൾസ് പെഗ്വി അദ്ദേഹം വിശ്വാസം, ശരണം, പ്രത്യാശ, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി, അതേക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 3 സഹോദരിമാരെ പോലെയാണ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. നടുക്ക് നിൽക്കുന്നത് ഹോപ്പാണ്. നടുക്ക് നിൽക്കുന്ന കുട്ടി ആ മൂവരിൽ ഏറ്റവും ഇളയതാണ്. ഇടതും വലതും നിൽക്കുന്ന കുട്ടികൾ മുതിർന്നവരാണ്. അവര് ഈ കുഞ്ഞിൻ്റെ ഇരുവശത്തും കൈകളിൽ പിടിച്ച് റോഡിലൂടെ നടക്കുന്നത് പോലെയാണ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ഈ കുഞ്ഞിനെ മറ്റുള്ളവർ സംരക്ഷിക്കുകയാണ് വീഴാതെ. പക്ഷെ വാസ്തവത്തിൽ എല്ലാത്തിനും പ്രത്യാശ നൽകിക്കൊണ്ട് ഈ കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ മുതിർന്ന മറ്റു 2 സഹോദരിമാർക്ക് ഫെയ്ത്ത് ആൻഡ് ചാരിറ്റി, അവർക്ക് ബലവും അവരുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിയുമെല്ലാം കൊടുക്കുന്നത്. ഹോപ്പ്, പ്രത്യാശ നമ്മെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ അന്ത്യമാണ്. ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് ഓരോ വൈദികൻ്റേതും എന്ന് നമുക്കറിയാം. പരിശുദ്ധ പിതാവിൻ്റെ താമസ സ്ഥലത്ത് റോമിൽ ഇത്തവണ ധ്യാനം കൊടുത്ത അച്ഛൻ നോർവേക്കാരനായ ബിഷപ്പ് വാർഡൻ ആയിരുന്നു. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, നമുക്കറിയാം രാജ്യങ്ങൾ. അവിടുത്തെ ബിഷപ്പ് വാർഡൻ അദ്ദേഹം ആ ധ്യാന പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവും കുരിയായിലെ കർദിനാൾമാരും എല്ലാം ചേർന്ന സംഘമാണ്. അവരോട് പ്രസംഗിച്ചു, വി ഷാൽ അറ്റ് ലാസ്റ്റ് ബിഹോൾഡ് വാട്ട് ഈസ് ദിസ് ലൈഫ് വി ഹാവ് ഫേംലി ഹോപ്ഡ് ഫോർ. നമ്മൾ ഉറച്ച് പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ അന്ത്യം എന്താണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് 2 ചെറിയ ലത്തീൻ വാക്യങ്ങളാണ്. എസ്പെസ് ഇൻ നോമിനെ, എസ്പെസ് ഇൻ നോമിനെ, പ്രത്യാശ അവന്റെ പേരിൽ, നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ. അങ്ങനെ പ്രത്യാശിക്കുന്നതിൻ്റെ ഫലം റെസ് ഇൻ ഫാച്ചിയെ, മുഖാഭിമുഖം കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അതിൻ്റെ കാര്യം, അതിൻ്റെ റസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യാശ
അവൻ്റെ നാമത്തിലാണ് പ്രത്യാശ പൂർത്തീകരിക്കപ്പെടുന്നത്. മുഖാഭിമുഖം വിശ്വാസികൾ ഈശോയുമായിട്ട് കാണുകയും ആ നിത്യ സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ്. സുദീർഘമായ ഒരു കാലഘട്ടത്തിലൂടെ ദേവസ്യാച്ചൻ 80ഓളം വർഷങ്ങൾ ഈ ഭൂമുഖത്ത് താമസിച്ച് നല്ല ഉത്തമനായ ഒരു വൈദികനടുത്ത് ശുശ്രൂഷ ചെയ്തയാളാണ്. ഈശോയെ മുഖാഭിമുഖം കാണാനുള്ള മാർഗമാണ് മരണം. മരണം വഴി നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് നിത്യതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അച്ഛന്മാരുടെ സംസ്കാര ശുശ്രൂഷയുടെ മൂലഗ്രന്ഥത്തിൽ ഒന്നാമത്തെ മൗത്വായുടെ ഒനീസായിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന ഇതാണ്: തിരുപുത്രൻ്റെ പുരോഹിതൻ അവൻ്റെ നല്ല മുന്നോടിയായ യോഹന്നാൻ മാംദാനായോടൊപ്പം കിരീടം അണിയിക്കപ്പെടുന്നു. നമ്മൾ ദേവസ്യാച്ചൻ്റെ ശിരസിൽ കിരീടം വയ്ക്കുകയാണ്. ഉടനെ സ്വർഗീയ മലാഖമാരോടൊപ്പം അവൻ ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഭൂമിയിൽ അച്ഛൻ്റെ ശിരസിൽ ഭൂമിയിലെ സഭ കിരീടം വയ്ക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രക്രിയയാണത്. പുരോഹിതൻ ചെയ്ത ഏറ്റവും നല്ല കർമ്മം അൾത്താര സംരക്ഷിച്ചു എന്നതാണ്. പരിശുദ്ധ മദ്ബഹായിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് അൾത്താരയുടെ സംരക്ഷകനായിട്ട് ജീവിക്കുന്നവനാണ് അച്ഛന്മാർ. തൻ്റെ എണ്ണ കൊണ്ട്, ശുദ്ധമായ ജീവിതം കൊണ്ട് നീതിമാന്മാരുടെ അസ്ഥികൾക്ക് മുമ്പിൽ വിളക്കുകൾ കത്തിച്ച ഭാഗ്യപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ. പരിശുദ്ധമായ ജീവിതം നീതിമാന്മാരായ പുണ്യവാന്മാരായ ആളുകളുടെ മുമ്പിൽ നമ്മളൊരു വിളക്ക് കത്തിച്ച് നിർത്തുന്നത് പോലെയാണ്. പള്ളികൾ സന്ദർശിക്കുകയും ദേറാകൾക്ക് ദാനം ചെയ്യുകയും, ദേറാവുണ്ടായിരുന്ന സ്ഥലമായിരുന്നല്ലോ ഇവിടം, ദേറാകൾക്ക് ദാനം ചെയ്യുകയും ഏകാന്തവാസികളെ ബഹുമാനിക്കുകയും ചെയ്ത മഹാപുരോഹിതന് മഹാഭാഗ്യം. അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിലെ ചില വഴികളെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ സംസ്കാര ശുശ്രൂഷയുടെ ഉനീശായിൽ കൊടുക്കുന്ന പ്രാർത്ഥനകൾ. അച്ഛനെ അച്ഛന്മാർ കൈകളിലെടുത്ത് പള്ളിയിൽ കുരിശ് വരപ്പിക്കുകയാണ്. അൾത്താരയിൽ മുട്ടിച്ച് ആനവാതിൽക്കലെത്തി ഇരുവശത്തും അച്ഛനെ നമ്മൾ എത്തിക്കുമ്പോൾ അച്ഛനെ കൊണ്ട് നമ്മൾ സ്ലീവ വരപ്പിക്കുകയാണ്. ആ സ്ലീവായിലാണ് ആത്യന്തികമായ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും എന്ന് നമുക്കറിയാം. ഞാനൊരു നിമിഷം ഇന്ന് വായിച്ച സുവിശേഷത്തെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കർത്താവ് പരസ്യ ജീവിതകാലത്ത് നിരവധി തവണ ആൾക്കൂട്ടങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു നിയമജ്ഞൻ വന്ന് കർത്താവിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു വചനത്തെക്കുറിച്ച് മാത്രം ഞാനൊന്ന് പറയുകയാണ്, 2 നിമിഷങ്ങൾ. മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക. വളരെ കഠിനമായ വാക്കുകളാണ്. ദൈവശാസ്ത്രത്തിൻ്റെ മർമ്മം അറിഞ്ഞ പണ്ഡിതനായ ഒറിജൻ തന്നെ ഇതേക്കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത്, ദിസ് ഈസ് ആൻ ഇൻഹ്യൂമൻ ആക്ട്. മനുഷ്യത്വമില്ലാത്ത വാക്കുകൾ പോലെ നമുക്ക് തോന്നുന്നു. മരിച്ചവരെ അടക്കിക്കൊള്ളട്ടെ, നീ എന്നെ അനുഗമിക്കുക. ഒരു വൈദികന്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈശോ പറഞ്ഞ കാര്യത്തിൻ്റെ ആഴം നമുക്ക് നല്ലതുപോലെ മനസ്സിലാകും. കർത്താവ് നമ്മെ വിളിക്കുന്നത് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ സമയത്ത് അവനെ അനുഗമിക്കാനല്ല.
ഈശോ ഒരു വ്യക്തിയെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുമ്പോൾ ഒരു റാഡിക്കാലിറ്റി അതിനകത്തുണ്ട്. പോയി എല്ലാം വിറ്റ് കൊടുത്ത് മടങ്ങി വരണം. വളരെ റാഡിക്കലായിട്ടുള്ളൊരു സമീപനമാണ്. അപ്പൻ മരിച്ചു കിടക്കുന്നു, അടക്കാൻ സമ്മതിക്കുകയില്ല. ഇപ്പോൾ നീ എന്നെ അനുഗമിക്കുക. ആ റാഡിക്കാലിറ്റി നമ്മൾ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ആ മെസ്സേജിന്റെ പ്രാധാന്യമാണ്. ഈശോയുടെ കൂട്ടത്തിൽ നമ്മൾ ആയിരിക്കണമെങ്കിൽ റാഡിക്കലായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കണം. നോക്കാതെ നമ്മൾ കാര്യങ്ങൾ പറയുകയും അൺകോംപ്രമൈസിംഗ് ആയിട്ട് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ പ്രൊവക്കേറ്റീവായിട്ടാണ്, അബ്സല്യൂട്ടായിട്ടാണ്, ഡ്രാസ്റ്റിക്കായിട്ടാണ് ഈശോ ശിഷ്യനാകാൻ ആഗ്രഹിച്ച വ്യക്തിയോട് സംസാരിച്ചത്. വളരെ ഉന്നതമായ മൂല്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുമ്പോൾ റാഡിക്കലായിട്ടുള്ള സാക്രിഫൈസസ് നമ്മൾ എടുക്കേണ്ടി വരും. നമുക്കൊരുപാട് ഒഴികഴിവുകൾ ഉണ്ട്, അല്ലെങ്കിൽ കോംപ്രമൈസിലേക്ക് പോകാൻ പലർക്കും ഇഷ്ടമാണ്. ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ഇന്ന് കോംപ്രമൈസുകളുടെയും ഓപ്ഷൻസിൻ്റെയും അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തതിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടം കൂടിയാണ് എല്ലാ രംഗങ്ങളിലും. അവിടെയെല്ലാം ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ഒരു നല്ല അച്ഛനാകണമെങ്കിൽ റാഡിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങണം. കാരണം ഏറ്റവും ഉന്നതമായ ഒരു ക്വാളിറ്റിയുള്ള കാര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, തിരുപ്പട്ടം. അതുകൊണ്ട് നമ്മളുടെ അസ്തിത്വപരമായ ആവശ്യങ്ങളെയെല്ലാം കെയർ ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് എന്നാൽ നമുക്ക് അച്ഛനാകാം എന്ന് കരുതിയാൽ അവിടെ സ്ഥാനമില്ല. അങ്ങനെയൊരു വിളി കർത്താവിൻ്റേതല്ല എന്ന് ഈശോ പറയുകയാണ്. 1 തിമോത്തി 5:22 പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടരുത്. ഇക്കാര്യം തന്നെയാണ്. തിടുക്കം കാണിക്കരുത്. അതൊരു കാലഘട്ടം വഴി പൂർത്തീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി നമുക്ക് ബോധ്യം വരുമ്പോൾ മാത്രമാണ്. കുർബാനയെക്കുറിച്ച് പഠിച്ച് കുർബാനയായിട്ട് തീരാൻ മനസ്സിൽ നല്ല ആഗ്രഹമുള്ള ഒരു വ്യക്തിക്കാണ് തിരുപ്പട്ടം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചത്. ആൽബർട്ട് മെലോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഗ്രന്ഥകാരൻ ഇതിൻ്റെ ഒറ്റ വാക്യത്തിലൂടെ നല്ല വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. വി മസ്റ്റ് വറി എബൌട്ട് നോട്ട് ബീയിങ് ഡെഡ്. മരിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റാദർ ദാൻ വറിയിങ് എബൌട്ട് ബെറിയിങ് ദ ഡെഡ്. മനോഹരമായിട്ട് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. വി മസ്റ്റ് വറി എബൌട്ട് നോട്ട് ബീയിങ് ഡെഡ് റാദർ ദാൻ വറിയിങ് എബൌട്ട് ബെറിയിങ് ദ ഡെഡ്. മരണം ശാരീരികമായിട്ടുള്ളത് മാത്രമല്ല, ആത്മീയമായിട്ടുള്ളതാണ്. ഭൗതിക വസ്തുക്കൾ നമ്മൾ കാണുമ്പോൾ അതിൽ പെട്ടുപോകുന്നതാണ്. പറമ്പ് വാങ്ങിക്കൂട്ടണം എന്നുള്ള ആ ചിന്തയാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ ഒരിക്കലും തൃപ്തരല്ലാത്തതുപോലെ വരുന്നതിൻ്റെയും കാരണമെല്ലാം ഇതാണ്. ഈ ഭദ്രതകളെല്ലാം ഒരു തരത്തിലുള്ള ഒരു മരണം നമ്മളിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. തോമസ് അക്വീനാസ് പറഞ്ഞല്ലോ, ഭൗതിക വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി മനസ്സ് അതിൽ കൊടുക്കുന്നവർ മരണപ്പെട്ടവരാണ്. വാങ്ങാൻ പറ്റാതെ പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടവരാണ് അവർ. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നവരും ആവശ്യത്തിനുള്ളത് പോലും വാങ്ങിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നവരും രണ്ടുപേരും മരണപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് മാറിയോസേപ്പിൻ്റെ നിദ്ര വിട്ടുള്ള ആ ഉണർവ്, മരണം നമ്മളുടെ പാപം വഴി അലസത വഴി വന്നുകൂടാതെ ആത്മീയ മരണം സംഭവിക്കാതിരിക്കാനുള്ള അത്യഷ്ണത ഈശോയുടെ തിരുപ്പട്ടത്തിൽ
കോംപ്രമൈസസ് ഒന്നുമില്ല. എനിക്കിഷ്ടമുള്ളതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഞാൻ പട്ടം സ്വീകരിക്കാം എന്ന് വിചാരിക്കാൻ ഒരു പഴുതില്ലാത്ത വിധത്തിൽ ഈശോ ശകാരിച്ച് നമ്മളെ ഒരുക്കുകയാണ്. അതെല്ലാം ബഹുമാനപ്പെട്ട ദേവസ്യാച്ചൻ ജീവിതത്തിൽ കൊണ്ടു നടന്നു. പൗരോഹിത്യത്തിൻ്റെ മഹിമ, അതിൻ്റെ കുലീനത്വം, അത് ഈശോയുടെ മുഖമാണെന്നും ഈശോയെ കൊടുക്കുന്ന ശുശ്രൂഷയാണെന്നും പരിശുദ്ധ കുർബാനയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സമർപ്പിതരുടെ റിക്കലക്ഷൻസ് ടോക്ക് വഴിയുമെല്ലാം അച്ഛൻ പഠിപ്പിച്ചു. നമ്മൾ വിഷലിപ്തമായൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വിഷം 2 തരത്തിലുണ്ട്. നമ്മുടെ കടകളിൽ വിഷമുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, നമ്മുടെ വീടുകളിലും കാണും. പക്ഷേ നമ്മൾ വിഷം തീണ്ടുന്നില്ല, വിഷം നമ്മൾ കേൾക്കുന്നില്ല. കാരണം നമ്മളുടെ ഉള്ളിലേക്ക്, രക്തത്തിൻ്റെ ഉള്ളിലേക്ക് അത് വരുന്നില്ല. ഒരു മെഡിക്കൽ ഷോപ്പിൽ ആ മെഡിക്കൽ ഷോപ്പിൻ്റെ ഉടമസ്ഥനെ ഒരിക്കലും വിഷാംശം വെക്കുന്നില്ല. വിൽക്കുന്ന മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരിൽ ചിലപ്പോൾ അതുണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ആ ഭൗതികത നമ്മളുടെ ഉള്ളിൽ കയറി കൂടുകെട്ടാതെ നമ്മൾ നോക്കണമെന്നുള്ള ആ വലിയ ചിന്ത കർത്താവ് നൽകുമ്പോൾ ആ പൗരോഹിത്യത്തിൻ്റെ മഹിമ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ദേവസ്യാച്ചന് ചുറ്റും നമ്മളായിരിക്കുമ്പോൾ നമ്മളുടെ പൗരോഹിത്യത്തെക്കുറിച്ചും ആ പൗരോഹിത്യം ദൈവജനത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ഓർക്കാനുള്ള അവസരമാണ്. ദൈവഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത മാർ യൗസേപ്പിൻ്റെ മരണത്തിരുന്നാളിൻ്റെ ഓർമ്മയിൽ ദേവസ്യാച്ചൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നമ്മൾ നടത്തുമ്പോഴും അത് ഭാഗ്യപ്പെട്ട ഒരു കൂടിവരവായിട്ട് ഞാനതിനെ കാണുകയാണ്. ഞാനെൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ. അച്ഛൻ്റെ നല്ല ജീവിത ശൈലികൾ ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവത്തിനു വേണ്ടി നല്ല ബലിയർപ്പിച്ച ആബേലിനെ പോലെയാണ് ദേവസ്യാച്ചൻ. ദൈവം സ്വീകരിച്ചത് ആബേലിൻ്റെ ബലിയാണ്. അവനുണ്ടായിരുന്ന ഏറ്റവും നല്ല ആടുകളിൽ നിന്ന് ഫസ്റ്റ് ബോൺ, ഏകജാതൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ക്വാളിറ്റിയുള്ള ആ ആടിനെ കൊടുത്ത് ബലിയർപ്പിച്ചു. ദൈവം അത് സ്വീകരിച്ചു. കായേന് പറമ്പിൽ കിട്ടിയ ഏതോ ഒരു കിഴങ്ങ്, കൃഷിക്കാരനാണല്ലോ, എപ്പോഴും പറമ്പിൽ എന്തെങ്കിലും കാണും, അങ്ങനെ ഒരെണ്ണം കൊടുത്ത് ഒരു ബലിയർപ്പണം നടത്തി. പക്ഷേ ദൈവം അത് സ്വീകരിച്ചില്ല. സ്വീകരിക്കപ്പെടാതെ പോകുന്ന ബലികളുടെ അർത്ഥമാണ് നമ്മളിവിടെ കാണുന്നത്. കായേന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പരിശുദ്ധമായി ബലിയർപ്പിച്ച സഹോദരനെ കൊല്ലുകയാണ് ചെയ്തത്. എങ്കിൽ പോലും ദൈവം കായേനെ നശിപ്പിച്ചില്ല. കായേനൊരു ഐഡൻറ്റിഫൈങ് മാർക്ക് അവൻ്റെ നെറ്റിയിൽ കൊടുത്തു. ഇവൻ കൊലയാളിയാണ് എന്നത് തന്നെയാണ് ആ മാർക്കിങ്ങിൻ്റെ അർത്ഥം. പക്ഷേ അവനെ മറ്റുള്ളവർ കൊല്ലാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ സ്നേഹം അതാണ്, ദൈവത്തിൻ്റെ കരുണ അതാണ്. ആ ദൈവ കരുണയുടെ മുമ്പിലാണ് നമ്മളെപ്പോഴും ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. നല്ല പ്രീച്ചറായിരുന്നു ദേവസ്യാച്ചൻ. പ്രീച്ചിങ്ങിനെ കുറിച്ച് പൗരസ്ത്യ പിതാക്കന്മാർ പറയാനുണ്ട്, പ്രീച്ചിങ് ദ ഗോസ്പൽ ഈസ് ലൈക്ക് എ ബെഗർ ഷോയിങ് അനദർ ബെഗർ വെയർ ടു ഫൈൻഡ് ബ്രെഡ്. ഒരു ധർമ്മക്കാരൻ മറ്റൊരു ധർമ്മക്കാരനോട് പറയുന്ന കാര്യമാണ്, എനിക്ക് എവിടെ നിന്നാണ് അപ്പം കിട്ടിയത് എന്ന്. പ്രീച്ചിങ് ദ ഗോസ്പൽ ഈസ് ലൈക്ക് എ ബെഗർ ഷോയിങ് അനദർ ബെഗർ വെയർ ടു ഫൈൻഡ് ബ്രെഡ്. ഈശോയുടെ വാക്കുകളാകുന്ന ആ അപ്പം ആയിരക്കണക്കിന് ആളുകളിലെത്തിച്ച മഹാനായ ഒരു ഗുരുശ്രേഷ്ഠനാണ് ആലപ്പാട്ടുകുന്നേൽ ദേവസ്യാച്ചൻ. അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണവും വചനപ്രഘോഷണവും ഒരുങ്ങി പ്രാർത്ഥിച്ച് പാഴ്വാക്കുകളൊന്നും ഇല്ലാതെ തൊട്ട് മുമ്പിലിരിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് വേണ്ടി കൊടുക്കുന്ന വിളമ്പുന്ന വിരുന്നായിരുന്നു അതെല്ലാം. അങ്ങനെ അച്ഛൻ്റെ നല്ല
പെരുമാറ്റത്തിലൂടെ അച്ഛൻ ദൈവവചനത്തിൻ്റെ സമുദ്രത്തിലേക്ക് കുട്ടികൾക്ക് ഇറങ്ങി നടക്കാവുന്നതും ആനകൾക്ക് നീന്തി തുടിക്കാവുന്നതുമായ തടാകമാണ് ബൈബിള് എന്നുള്ള ബോധ്യം അച്ഛന് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഓരോ വചന വ്യാഖ്യാനത്തിലും ആയിരക്കണക്കിന് ചിന്തകൾ മറ്റുള്ളവർക്ക് പിന്നീട് കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഒരു പണിക്കാരൻ ഒരു കൂടം കൊണ്ട് ഒരു പാറയ്ക്കിട്ടടിക്കുമ്പോൾ എത്രമാത്രം തരികൾ ആകാശത്തിലേക്ക് പറന്നു ഉയരുമോ അതുപോലെയാണ് ഒരു വൈദികൻ്റെ കരങ്ങളിൽ കിട്ടുന്ന ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളുടെ വൈവിധ്യങ്ങൾ. ദിവസ്യാച്ചന് തിരുവചനത്തെ സഭയോടും വിശിഷ്ടമായ പാരമ്പര്യത്തോടും ചേർന്ന് അതിൻ്റെ തനിമയിൽ വൈവിധ്യങ്ങളോടുകൂടി വ്യാഖ്യാനിക്കാനും അത് പ്രചരിപ്പിക്കുവാനും അറിയാമായിരുന്നു. അദ്ദേഹം അധ്യാപകനായിരുന്നപ്പോഴും വികാരിയായിരുന്നപ്പോഴും പാസ്റ്ററൽ അസിസ്റ്റൻ്റ് ആയിരുന്നപ്പോഴും എല്ലാം പ്രധാനമായിട്ട് ചെയ്ത കാര്യം അതാണ്. അങ്ങനെ ദൈവവചനം പ്രഘോഷിച്ച അച്ഛൻ്റെ ഭാഗ്യപ്പെട്ട യാത്രയാണ് പ്രതീക്ഷയിലേക്കുള്ളത്. ഞാൻ അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം മെഡിസിറ്റിയിൽ പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പ്രയാസത്തിലായിരുന്നു. നമുക്കറിയാം അധിക ദിവസം പിന്നെ അച്ഛൻ മുമ്പോട്ട് പോവുകയില്ല എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുക്കി അന്ത്യകുദാശകളൊക്കെ സ്വീകരിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് ദിവസ്യാച്ചൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛനെ വലിയ സ്നേഹത്തോടുകൂടി വീട്ടിലെ സഹോദരനും മറ്റ് ബന്ധപ്പെട്ടവരുമെല്ലാം നോക്കുകയും അന്വേഷിക്കുകയും അച്ഛനിടയ്ക്ക് അസുഖം വന്നപ്പോഴും അച്ഛൻ വീട്ടിൽ വന്ന് 2 മാസം താമസിച്ചിരുന്നു. അന്ന് ഞാൻ അച്ഛനെ കാണാൻ വരികയും വീട്ടിലിരുന്ന് അന്ന് അച്ഛൻ ധാരാളം സംസാരിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ അച്ഛനോട് ഞാനൊരു ആദ്യ കൊച്ചച്ഛനായിരുന്ന കാലം മുതൽ അടുത്ത് ഇടപെടാനും അച്ഛൻ്റെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും പങ്കുപറ്റാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. രൂപതയ്ക്ക് അച്ഛൻ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് അച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. അച്ഛൻ്റെ സ്വർഗോന്മുഖമായ യാത്രയിൽ ഈ ഇടവക വഹിച്ച പങ്കും വളരെ വലുതാണ്. നമ്മുടെ വലിയൊരു ഇടവകയാണിത്. ധാരാളം വൈദികരും സമർപ്പിതരുമുള്ള ഇടവക. ആ ഒരു കുടുംബത്തിലാണ് അച്ഛൻ വളർന്ന് പഠിച്ച് ഇതുപോലെ മിടുമിടുക്കനായിട്ട് ജീവിച്ചത്. ഞാനൊരു വാക്കുകൾ സംഹരിക്കട്ടെ. പരിശുദ്ധ അൽഫോൻസാമയോട് പ്രാർത്ഥനകൾ യാചിച്ച് ദിവസ്യാച്ചൻ്റെ സ്വർഗപ്രവേശനത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ സംഹരിക്കും.